ശംഖുമുഖം പഴയ ശംഖുമുഖം അല്ല കേട്ടോ. ഞാനൊരു 14 കൊല്ലം മുമ്പാണ് തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ തിരുവനന്തപുരം കാണാൻ വേണ്ടി വന്നത്. അന്ന് ഞങ്ങൾ തന്നെ ഇവിടുത്തെ KTDCയുടെ ഒരു വണ്ടിയിൽ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അന്ന് ഞങ്ങൾ ഈ ശംഖുമുഖം കാണുമ്പോൾ ഇത്രമാത്രം ലൈറ്റുകളോ കടകളോ അല്ലെങ്കിൽ ഇത്രയും വൃത്തിയുള്ള പാതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ ഇന്ന് നിറയെ കടകളാണ്, നിറയെ ലൈറ്റുകളാണ്, ഫുഡ് സ്റ്റോളുകളുണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, നമുക്ക് വെറുതെ സ്വര പറഞ്ഞിരിക്കാനുള്ള ബെഞ്ചുകളുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നല്ല വൃത്തിയുള്ള പാതകളാണ് എല്ലാം. ഒരു സ്ഥലത്തും വേസ്റ്റോ പ്ലാസ്റ്റിക്കോ ഒന്നും നമുക്ക് കാണാനില്ല കേട്ടോ. വൈകുന്നേരങ്ങളിൽ ശംഖുമുഖം ബീച്ചിൽ പോയിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് കേട്ടോ. അവിടുത്തെ ആൾക്കാരുടെ തിരക്കും ലൈറ്റുകളും ചെറിയൊരു മ്യൂസിക്കും കടകളിൽ നിന്നുള്ള മണവും ഒക്കെ ആയിട്ട് വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ. ഓൾഡ് കോഫി ഹൗസ് തലയെടുപ്പോട് കൂടി തന്നെ ശംഖുമുഖത്തുണ്ടെങ്കിലും ഒരുപാട് കൊച്ചു കൊച്ചു കടകളും ഇന്ന് നമുക്ക് ശംഖുമുഖത്ത് കാണാൻ കഴിയും. നല്ല അടിപൊളി മീൻ വിഭവങ്ങൾ കിട്ടുന്ന കോസ്റ്റൽ കിച്ചൺ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റ് അവിടെ ഉണ്ട് കേട്ടോ. അതിൽ തന്നെ നമുക്ക് അടിപൊളി സ്നാക്സും കിട്ടും. ഒരു ചായയും ഒരു സ്നാക്കൊക്കെ മേടിച്ച് ആ ബെഞ്ചിലിരുന്ന് ബീച്ചിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ബീച്ചിലിരിക്കുമ്പോൾ നമുക്ക് പലതരം ആൾക്കാരെ കാണാം. ചാട്ട് ഐറ്റംസും മോമോസും വേണ്ടവർക്ക് അത് കഴിക്കാനുള്ള ഷോപ്പുണ്ട്, ഐസ്ക്രീം വേണ്ടവർക്ക് അമൂലുണ്ട്, പിന്നെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു റൈഡ് മുതൽ വലിയ വലിയ റൈഡുകൾ വരെ അവിടെ ഉണ്ട് കേട്ടോ. ശംഖുമുഖം ബീച്ചിൻ്റെ ആ വൈബ് ആസ്വദിക്കണമെങ്കിൽ രാത്രി തന്നെ പോകണം കേട്ടോ. ഞങ്ങളും ആ വൈബൊക്കെ ആസ്വദിച്ച് അവിടെ നിന്നൊന്നും ഫുഡ് കഴിച്ചില്ല കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള തട്ടകത്തിൽ വന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചേ. നല്ല അടിപൊളി തട്ടുകടയാണ്. നല്ല പൊറോട്ടയും ദോശയും പുട്ടും കടലക്കറിയും ഒക്കെ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വ്ളോഗുകൾക്കായിട്ട് സ്റ്റേ ഫോളോ ലവ് യുവർ ലൈഫ്.